ഇല്ലാത്തവള് ഒരു അലവിലാതി പെണ്ണ് എനിക്കെതിരെ ഒരു പോസ്റ്റുമായിട്ട് വന്നിട്ടുണ്ട്. അവളുടെ പേരോ അതുൽ വ്ളോഗ്സിന്റെ അമ്മയ്ക്ക് ഒരുത്തി വന്നിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു. അവിടെ വീഡിയോ കണ്ടു കാണുമായിരിക്കും. നമ്മുടെ രണയും പോട്ടെ, നമ്മുടെ സുനാമിയുടെ ഒരു കൂട്ടുകാരിയായിട്ട് വരും. കാരണം ഇവറ്റകൾക്ക് വേറെ പണിയും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. ഇവിടെ കൂടെ നടന്ന്, അതായത് ഇവിടെ സപ്പോർട്ട് ചെയ്യുവാണോ ഇനി ഇവറ്റകളൊക്കെ അഭിനയിക്കുവാണോ എന്നൊന്നും നമുക്കറിയത്തില്ല. ഓക്കെ, സപ്പോർട്ട് ചെയ്യുന്ന പോലെ നിൽക്കുന്നത്. എന്നിട്ട് രേണുവിനെതിരെ നെഗറ്റീവ് വീഡിയോസും കാര്യങ്ങളും ഒക്കെ ഈ അടുത്ത സമയത്ത് ഇതൊക്കെ ചെയ്ത് നമ്മൾ അതിനെക്കുറിച്ച് റിയാക്റ്റും ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ നല്ല രീതിയിൽ പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം ബിഷപ്പിൻ്റെ അടുത്ത് ചെന്നിട്ട് മാപ്പ് പറയുമോ അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ചെയ്യുകയൊക്കെ ചെയ്തായിരുന്നു. ഓക്കെ, ആ അവളുമാർ വന്നിട്ട് ഈ അടുത്ത സമയത്ത് വന്നിട്ട് രേണു സുധി അങ്ങ് താഴ്ത്തി കെട്ടി അങ്ങ് സംസാരിക്കുന്നത്. അപ്പം നമ്മൾ പറഞ്ഞൊരു കാര്യം എന്ന് വെച്ചാൽ ഇത് തന്നെ ഞങ്ങൾ വർഷങ്ങൾ കൊണ്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതേ സെയിം കാര്യങ്ങൾ തന്നെ ഞങ്ങൾ വർഷം കൊണ്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്കൊക്കെ എപ്പോഴാണോ മനസ്സിലായെന്ന് ചോദിച്ചു ഞാൻ എൻ്റെ രീതി ഒരു വീഡിയോ ചെയ്തു. അതുപോലെ അതുലിൻ്റെ രീതി ഒരു വീഡിയോ ചെയ്തു. അതിൻ്റെ വീഡിയോ അങ്ങ് കൊണ്ട് ചേച്ചി അമ്മയ്ക്കും തന്തയ്ക്കും തള്ളയ്ക്കും ഒക്കെ നേരത്തെ അങ്ങ് വിളിക്കുമായിരുന്നു. ഓക്കെ, അവൻ എന്തായാലും പേരൊന്നും പറഞ്ഞ് വെച്ചിട്ടൊന്നുമില്ല. അവളെ ആരാണെന്നൊക്കെ എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് ആൾക്കാരൊക്കെ അവിടെ അക്കൗണ്ടിൽ പോയി നല്ല രീതിയിൽ കൊടുക്കുന്നുമുണ്ട്. ഞാനിവിടെ പറയാൻ വന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ അവൾ നിരന്തരം ഓരോ പോസ്റ്റും കാര്യങ്ങളും ഇവനെക്കുറിച്ച് വല്ല അറിയാവോ, എന്തിനാ ഇവനെക്കുറിച്ച് എന്തെങ്കിലും അറിഞ്ഞെങ്കിൽ അതിൻ്റെ നെഗറ്റീവ് കാര്യങ്ങളൊക്കെ എടുത്തങ്ങ് യൂട്യൂബിലും ഫേസ്ബുക്കിലൊക്കെ എടുത്തങ്ങ് ഇടാലോ എന്ന് കരുതിയിട്ടായിരിക്കാം. എന്തോ ആയിക്കോട്ടെ, ഞാനൊരു കാര്യം നിന്നോട് ചോദിച്ചോട്ടെ. നിനക്ക് കുറച്ച് ഉളുപ്പോ അന്തസ്സോ ഉണ്ടെങ്കിൽ നീ ഈ സോഷ്യൽ മീഡിയ വന്നിട്ട് ഈ ഒരു കാര്യങ്ങൾ സംസാരിക്കുമായിരുന്നു. കാരണം എന്താണെന്നറിയാമോ, നീ ആ ഒരു പോസ്റ്റ് ഇട്ടതിന് ശേഷം എത്ര പേര് നമ്മളെ കോൺടാക്ട് ചെയ്തെന്നറിയോ? നിൻ്റെ അടുത്ത സുഹൃത്തുക്കൾ ഉൾപ്പെടെ. ഉള്ള കാര്യം തുറന്നു പറയാമല്ലോ. അവർ കുറച്ച് കാര്യങ്ങൾ ഡീറ്റെയിൽ സഹിതം അങ്ങോട്ട് തന്നിട്ടുണ്ട്. നമ്മളൊന്നും പുറത്ത് വിടാനൊന്നും പോകുന്നൊന്നുമില്ല. ഇവിടെ വരെ പോകും നോക്കാം. അത് കഴിയുമ്പം മനസ്സിലാവും എന്താ സംഭവം എന്നൊക്കെ. ഞാൻ അതിനെക്കുറിച്ച് കൂടുതലൊന്നും ചേച്ചി സംസാരിക്കുന്നില്ല. ഞാൻ മാന്യമായിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു പോയി. അതുപോലല്ല അവൻ്റെ സംസാരം എന്ന് പറഞ്ഞാൽ അത് അവൻ്റെ പെറ്റ തള്ളയാണ് വിളിച്ചത്. ഇപ്പം നല്ല രീതി വയറ് നിറഞ്ഞു കാണുമെന്ന് തോന്നുന്നുണ്ട്. എന്തോ ആയിക്കോട്ടെ, ചേച്ചിയുടെ പേരും കാര്യങ്ങളൊന്നും ഇവിടെ ആരും പറയുന്നൊന്നുമില്ല. നിനക്കൊരു നാണവും മാനവും ഇല്ലെന്ന് പണ്ടേ അറിയാവുന്ന തന്നെ. നിന്നെ ഞാൻ എൻ്റെ ഒരു കോണ്ടാക്റ്റിൽ പോലും എടുത്തിട്ടില്ല. കാരണം ഏതെങ്കിലും ഒരു മൂലയ്ക്ക് കിടന്നോട്ടെ എന്ന് കരുതിയിട്ടാ പറഞ്ഞു. മനസ്സിലായി? നിൻ്റെ പേര് പറയാതെ നിൻ്റെ തന്തയ്ക്ക് വിളിച്ചിട്ടുണ്ടെങ്കിലാ ഒന്ന് ആലോചിച്ച് നോക്കിയേ നിൻ്റെ ഇപ്പോഴത്തെ മാനസികാവസ്ഥയും കാര്യങ്ങളും ഒക്കെ. നീ ആ വീഡിയോ കണ്ടു കാണുമെന്ന് തന്നെ അറിയാം. ഓക്കെ, ഇന്നത്തെ അതുലിൻ്റെ വീഡിയോ ഒന്ന് കണ്ടിട്ട് വരാം. അതിന് മുമ്പ് കോഴിക്കോട്ടിലെ കുക്കുംബർ ദാസിൻ്റെ പുള്ളി ഇതുവരെ പഴംപൊഴി വിട്ട് കളിച്ചിട്ടില്ല. അതും കൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് വെച്ച് നമുക്കൊക്കെ ഒന്ന് പോപ്കോൺ ഇല്ലായിരുന്നു കേട്ടോ. സത്യം പറഞ്ഞാൽ ഇന്ന് ആ ഒരു വീഡിയോ കാണുമ്പോൾ തിയേറ്ററിൽ ഇരുന്ന് കാണുന്ന ഒരു ഫീലായിരിക്കും ആക്ച്വലി എനിക്ക്. നിങ്ങൾക്കും അതുപോലെ തന്നെ ആണെന്ന് വിചാരിക്കുന്നു. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരെല്ലാവരും ഒന്ന് സബ് ചെയ്തേക്കുക, ഹൈപ്പ് കൊടുത്തേക്കുക, അതുൽ വ്ളോഗ്സിനെ ഇഷ്ടപ്പെടുന്നവരൊന്ന് ലൈക്ക് അടിച്ചേക്കുക. ഓക്കെ, പിന്നെ ആ ചേച്ചി അവക്കുള്ള മറുപടി പൂരത്തെറി കമന്റ് ബോക്സിൽ ഇട്ട് നിരത്തിക്കും വൃത്തിയായിട്ടവള്. ഓക്കെ, ഇങ്ങനെ ഈ പഴംപൊരി വിട്ടുള്ള കളിയില്ലേ കുക്കുംബർ ദാസ്? ഇപ്പൊ പഴമാണ് ചർച്ച. എനിക്ക് തോന്നുന്നു ഇനി പുതിയ പഴക്കച്ചവടം ഒക്കെ തുറക്കുമ്പോഴേ പുള്ളിയുടെ ഫോട്ടോ വെക്കാനായിരിക്കും കൂടുതൽ ചാൻസും കാര്യങ്ങളും ഒക്കെ. ഓക്കെ ഇനി നമ്മുടെ അണ്ണൻ്റെ വീഡിയോയിലോട്ട് പോവാം. അതുലണ്ണൻ്റെ വൺ മാൻ ഷോ ആണോ എനിക്കറിയത്തില്ല. എന്തായാലും നിങ്ങളൊന്ന് കണ്ടിട്ട് നിങ്ങൾ ഉടനെ കണ്ടു കാണുമായിരിക്കും. ഇനി നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് പറയാം. പക്ഷെ വീഡിയോ കാണുന്ന മിക്ക ആൾക്കാർക്കും അവളെ അറിയാം. കാരണം അവളുടെ പോസ്റ്റ് ഷെയർ ചെയ്ത് തന്ന ഒരു 99% ആൾക്കാരായിരിക്കും ഈ വീഡിയോ കാണുന്നത്. അത്രയ്ക്ക് മെസ്സേജ്, അത് ഫേസ്ബുക്ക് മെസ്സഞ്ചറിലായാലും അതുപോലെ ഇൻസ്റ്റാഗ്രാമിലായാലും അത്രയ്ക്ക് മെസ്സേജ് എനിക്ക് വന്നിട്ടുണ്ട്. ഞാൻ എല്ലാവർക്കും റിപ്ലൈ പോലും തന്നിട്ടില്ല. അതിനെ നിന്നെ പറ്റിയിട്ട് ഈ പറയുന്നത് കണ്ടോ എന്ന് പറഞ്ഞുകൊണ്ട് ഒരുപാട് പേര് എനിക്ക് മെസ്സേജ് അയച്ചു തന്നിട്ടുണ്ട്. ഞാൻ എന്തായാലും പോസ്റ്റ് ഇവിടെ ഒന്ന് കൊടുക്കുന്ന സമയത്ത് നിങ്ങൾ കണ്ടിട്ട് പറ, ഇതുപോലത്തെ അപരാധി മക്കളെ. പിന്നെ അവളുടെ ചരിത്രം എന്നെ കൊണ്ട് എടുപ്പിക്കാതിരിക്കുന്നതായിരിക്കും കുറച്ച് നല്ലത്. സ്കൂൾ ജീവിതവും അതിനുശേഷമുള്ള ജീവിതമൊക്കെ പറ്റിയിട്ട് പലരും വന്ന് എന്നോട് പലതും പറയുന്നുണ്ട്. ഞാനായിട്ട് എടുത്ത് അടിച്ചു കഴിഞ്ഞാൽ കേട്ടില്ലേ കോട്ടയത്തൊരു മൂത്ത പിള്ളച്ചൻ 90 കഴിഞ്ഞപ്പോ പെണ്ണ് കെട്ടാൻ പോയി. ഞാനും അതിലും കൂടി ഇന്നലെ ആ കഥ കേട്ടിരുന്ന് ചിരിച്ചൊരു പരുവായി. അയ്യോ, അതൊക്കെ വെച്ച് നോക്കുമ്പോ എന്റെ സുന നിങ്ങളൊക്കെ പൂജിക്കുക. രണയുടെ കഥ അല്ല, സോറി, സുനാമിയുടെ കഥയൊക്കെ ഒന്നുമില്ല. ആ ഒന്നുമില്ലാത്ത കഥ എന്താന്ന് നിങ്ങൾക്ക് ഏകദേശം അറിയാമല്ലോ. കൂടുള്ളതിൻ്റെ ഒക്കെ കഥ കേട്ടാലാ
എന്താ പറയാ, എനിക്ക് തോന്നുന്നു ഇവരെല്ലാം ഒരു ബാച്ചാണെന്ന് ഇപ്പൊ ഏകദേശം മനസ്സിലായി. ഇനി ആ സജന ചേച്ചി പെട്ടുപോയിരുന്നാൽ മാത്രം മതി, അതേ ഉള്ളൂ നമുക്കൊരു പേടി. എനിക്ക് ആ സിനിമയൊക്കെ കണ്ടപ്പോൾ അത്യാവശ്യം അവരോടൊരു ബഹുമാനമൊക്കെ ഉണ്ട്. പെട്ടുപോവാതിരുന്നാൽ മതി. എന്തായാലും കൂടെയുള്ള ഇപ്പോഴത്തെ പുതിയ അടിപൊളി കേട്ടോ. ഞാൻ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല, പറഞ്ഞിട്ടും കാര്യമില്ല അവളെയൊക്കെ. അവൻ മൊത്തം കൂട്ട് എനിക്കതിന് താല്പര്യമില്ല, ഞാനത് ചെയ്യുന്നില്ല. നിലവിൽ എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കരുത് കേട്ടല്ല, അതവിടെ നിൽക്കട്ടെ. ഓക്കെ, അപ്പൊ ഒരു അമരാധി പെണ്ണ് എനിക്കെതിരെ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. ആ പോസ്റ്റ് ഞാനൊന്ന് കൊടുക്കാം. മേടി പൊളിയാണ്. ഇവൾക്കുള്ള മറുപടി എന്റെ വാഗൊണ്ട് തന്നെ നാട്ടുകാർക്ക് കേൾക്കണമെന്ന് ഒരേ നിർബന്ധം. ഞാൻ വേണ്ടെന്ന് വെച്ച് വേണ്ടാന്ന് വെച്ചല്ല, നീ പറയണ്ടാത് ഞങ്ങൾ തന്നെ പറഞ്ഞത്. പറയണ്ട വെറുതെ എന്തിനാ അറിയിച്ചുണ്ടാക്കി കൊടുക്കുന്നത്? ഓക്കെ, എന്തായാലും നീ പറ. ഇഗ്നോർ ചെയ്ത് വിട്ട കാര്യമായിരുന്നു. ഞാൻ എന്തെങ്കിലും തേങ്ങയിലും പറഞ്ഞ് കൂട്ടുന്നു. പക്ഷേ ഒരുപാട് പേര് എനിക്ക് മെസ്സേജ് അയച്ചിട്ട് എന്റെ വാ കൊണ്ട് കേൾക്കണം, അവർക്കുള്ള നല്ല മറുപടി അതൊരു കൊടുക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഇത്രയും ഇങ്ങനെ വരുമ്പോ പറയാതെ പോയി കഴിഞ്ഞാൽ എന്റെ ഓഡിയൻസിനോട് എനിക്കൊരു റെസ്പെക്ട് ഇല്ലാത്ത പോലെ ആയിപ്പോ. എന്റെ ഓഡിയൻസ് എന്റെ വീഡിയോ കാണുന്നവർക്ക് വേണ്ടിയിട്ടാണല്ലോ ഞാൻ സംസാരിക്കുന്നത്. എന്റെ നിലപാടുകളും എന്റെ അഭിപ്രായങ്ങളും അവർക്ക് വേണ്ടിയിട്ടാണല്ലോ ഞാൻ പറയുന്നത്. ആ സ്ഥിതിക്ക് അവരൊരു ആഗ്രഹം വന്ന് എന്നോട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ കൊണ്ട് പറ്റുവാണെങ്കിൽ അങ്ങ് സാധിച്ചു കൊടുക്കണ്ടേ. പ്രത്യേകിച്ച് എന്റെ വാ കൊണ്ട് ഈ അപരാധി മോക്ക് 2 കൊടുക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് ആൾക്കാരുള്ള സ്ഥിതിക്ക് 2 വാക്ക് പറയാതെ പോയി കഴിഞ്ഞാൽ ഞാൻ എന്റെ ഓഡിയൻസിനോട് ചെയ്യുന്ന ഏറ്റവും വലിയ ചതിയായിരിക്കും. എന്തായാലും നമുക്ക് തുടങ്ങാം. ആ പുണ്ടാമോൾ ഇട്ടിട്ടുള്ള പോസ്റ്റ് ഞാനൊന്ന് കൊടുക്കാം. എന്റെ ദൈവമേ, അവളിപ്പോ കുടിച്ച പാല് വരെ സാധിച്ചു കാണും. അമ്മാതിരി തെറിവിളി ഞാൻ കേട്ടിരുന്നു. ഞാനൊരു എന്താ പറയുക, കുറച്ചിരുത് കേട്ടല്ലേ കഴിച്ചപ്പോ വേണ്ട, പിന്നെ കേൾക്കാം. പിന്നെ നമുക്ക് വീഡിയോ ചെയ്യുമ്പോൾ ഇരുന്ന് കേൾക്കുമ്പോഴേ നമുക്കൊരു സുഖം ഉണ്ടാകത്തുള്ളൂ. നീ പറയണ പറ്റിയൊരു അവസരമല്ലേ. പേര് പറയാറുണ്ട് അതിലെ ലാംഗ്വേജ് കുറച്ച് മാന്യതയോടെ കീപ്പ് ചെയ്യണം, കുറച്ച് മാന്യമായിട്ട് സംസാരിക്കണം. അത് കുറെ പേര് പറയാറുണ്ട്. മെയിനായിട്ട് ഞാനും സംസാരിക്കാറൊരു കാര്യമാണ്, കുറച്ചൊക്കെ കൺട്രോൾ ചെയ്ത് സംസാരിക്കുന്നു. പക്ഷെ ഈ ഒരു കാര്യത്തിലാ എന്റെ പൊന്നളിയാ, നീ ആളാ ശരി, അഴിച്ചു വിട്ടിരിക്കുന്നു, അടിക്കൂ. കാരണം എന്ന് വെച്ചാൽ വീട്ടിലിരിക്കുന്ന അമ്മയൊക്കെ പറയുവാണെങ്കിൽ ഇവിടെ പോലുള്ള പല തന്തയ്ക്ക് ഉണ്ടായവന്മാർ ഞാൻ ഇച്ചിരി മാന്യനാവാന്ന് കരുതി. എന്നാലും ഇവന്റെ അമ്മയല്ലേ പറഞ്ഞേ, പല തന്തയ്ക്ക് ഉണ്ടായ ഇവിടെ പോലുള്ളവളേക്ക് എന്തോ പറയണം. എന്റെ സ്ഥിരം ഡയലോഗ് തന്നെ ഞാൻ പറയാം. കൊച്ചി സ്റ്റേഡിയത്തിൽ അങ്ങോട്ട് 2020 കളിച്ചുണ്ടായവള്, അങ്ങനെ ഞാൻ പറയത്തുള്ളൂ ഇവിടെയൊക്കെ. കാരണം എന്ന് വെച്ചാൽ ഈ ബസ് സ്റ്റാൻഡിൽ നിൽക്കുന്നവർക്ക് കുറച്ചും കൂടെ മാന്യതയുണ്ട്, ഇവക്ക് അതില്ല. കാരണം ഇവിടെ ചെയ്ത ഓരോ തോന്നിവാസവും ഓരോ കാര്യങ്ങളും ഇവിടെ നാട്ടിലുള്ളവർ തന്നെ നമ്മളോട് വിളിച്ചു പറയുമ്പോഴേ ഇവളൊക്കെ വലിയ പുണ്യാളത്തിൽ ചമയുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കണം. കാരണം അതുപോലത്തെ ഇവിടെ വീട്ടിൽ തന്നെ കൊള്ളത്തില്ല സത്യം പറഞ്ഞാല. അതേ ഇനമാണ് അവള്. അവിടെ കൂട്ടുകാരൊക്കെ വിളിച്ച് ഓരോ കാര്യങ്ങളും ഓരോ തെളിവുകളൊക്കെ ഇട്ട് തരുമ്പോ അവളെ പിടിച്ചിട്ട് 2 കൊടുക്കാൻ തോന്നും. പോട്ടെ, നീ പറയടാ. പൊന്നു പ്രേക്ഷകരെ, ഇതുപോലെ പൊന്നു പ്രേക്ഷകരാ ഒരുത്തനുണ്ട്, ഒരു പൊന്നു പ്രേക്ഷകരെ. തറ മക്കൾക്ക് തറ രീതി കൊടുത്തില്ലെങ്കിൽ ശരിയാവത്തില്ല. ഈ വന്നിരുന്ന് വെള്ളം പൂശിയിട്ട് ഞങ്ങൾ ഇതാ പറയുന്നത് ഇന്നതാണ് സംഭവം, ഈ സെറ്റപ്പിൽ സംസാരിക്കാൻ എന്നെ കിട്ടത്തില്ല. ഞാൻ എങ്ങനെയാണോ സംസാരിക്കുന്നത് അതുപോലെ തന്നെ സംസാരിക്കും. അതായത് എന്നോട് മാന്യമായിട്ട് ഡീസന്റ് ആയിട്ട് സംസാരിക്കുന്നവർക്ക് മാന്യമായിട്ട് ഡീസന്റ് ആയിട്ട് ഞാൻ അങ്ങോട്ട് മറുപടി കൊടുക്കും. എന്നോട് ഇങ്ങോട്ട് കൊണാന്ന് പറഞ്ഞ് ഞാൻ അങ്ങോട്ട് കൊക്കക്കൊണാന്ന് ഞാൻ പറയും. എന്നോട് തെറി വിളിച്ചാൽ ഞാൻ തിരിച്ചും തെറി വിളിക്കും. ഇത് തന്നെയാണ് എന്റെ ഒരു ട്രാക്ക്. അല്ലാണ്ട് ഇവിടെ വെള്ളം പൂശി വന്നിരുന്നിട്ട് വലിയ നന്മമരം കളിച്ചിട്ട് പോകാനൊന്നുമല്ല. ഞാൻ ഈ 100% നന്മമരോ അല്ലെങ്കിൽ നല്ലവനൊന്നും കിടയാതെ എനിക്ക് എന്റേതായ ഫോൾട്ടുകൾ, എന്റേതായ മിസ്റ്റേക്കുകൾ, എന്റേതായ രീതികളിലുള്ള തെറ്റുകളുണ്ട്. പക്ഷേ എന്തൊക്കെ പറഞ്ഞാലും തന്തയില്ലായ്മ ഞാൻ കാണിക്കത്തില്ല. അത് മാത്രമേ എനിക്കിവിടെ ഉറപ്പിച്ച് പറയാൻ പറ്റത്തുള്ളൂ. അത് എല്ലാവരോടും ചേർത്ത് തന്നെയാണ് പറയുന്നത്. പല അപരാധി മക്കളും എനിക്കെതിരെ അവിടെ ഇവിടെ പോയി കമന്റ് ഇടുന്നുണ്ട്, പല പോസ്റ്റുകൾ ഇടുന്നുണ്ട്. എല്ലാത്തിനും എടുത്തു വെച്ചിട്ട് ഒരു അരിവേന്ന് എനിക്ക് തീർത്ത് തരാൻ പറ്റത്തില്ല, സമയമില്ല, കുറച്ച് ബിസിയാണ്. എന്തായാലും ഈ മോൾക്കുള്ള റിപ്ലൈ ഞാനിപ്പോ തരാം. പുന്നാര മോളെ, നീ മറ്റേ നിക്കറിപ്പെടുത്തുന്ന സമയത്ത് നമ്മള് കളം വിട്ടതാണ്, മനസ്സിലായ? അതുകൊണ്ട് നിന്റെ കുണച്ച ഇതും കൊണ്ട് എന്റെ അടുത്ത് ചിരക്കാൻ വന്നു കഴിഞ്ഞാൽ പുന്നാല മോളെ വലിച്ചു കഴിഞ്ഞാൽ 4 വാരി 4 വാരിയൊക്കെ ഭിത്തിയിൽ ഒട്ടിച്ച് വെച്ചിട്ട് പോകും. എന്റെ സ്വാമിന് അറിഞ്ഞൂടാത്തോണ്ടാണ്. നീ മറ്റേ കൊണാന്ന് ഉണ്ടാക്കുന്നത് അവിടെ രണാസുനെ അടുത്ത് ഉണ്ടാക്കിയാൽ മതി. അവിടെ കിടന്ന് കേട്ടതാ. അതൊക്കെ അഭിനയമാണ്. രണാസുനെ അടുത്ത് ഉണ്ടാക്കുന്നതൊക്കെ ഇവൾമാര് തന്നെ എന്തൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട്. സീരിയസ്ലി ഇന്നത്തെ അതായത് നമ്മുടെ സുനാമിയുടെ പോസ്റ്റിൽ തന്നെ സജന വ്ളോഗ്സും കൂടെ നിൽപ്പുണ്ട്. എല്ലാം പ്ലാനിങ്ങും കാര്യങ്ങളൊക്കെ തന്നെ. ഇനി മറ്റവർക്ക് റീച്ച് ആവാൻ വേണ്ടി മാത്രം വന്നിട്ട് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. പറഞ്ഞു മനസ്സിലായോ? എവിടം വരെ റീച്ചായി പോകാനാ? നെഗറ്റീവോടെ പോകുന്നതല്ലേ? ജനങ്ങൾ അക്സെപ്റ്റ് ചെയ്യുമോ? ഇല്ല. നമ്മുടെ എന്തെങ്കിലും കാര്യങ്ങളും കിട്ടാൻ വേണ്ടി മാത്രം ഇങ്ങനെ കൊതിച്ചിങ്ങനെ ഇരിക്കുകയാണ്. കിട്ടിയാലും ഞാനൊരു കാര്യം പറയാം, സോഷ്യൽ മീഡിയ കൂടെ വന്നിട്ട് ഓരോ കാര്യങ്ങൾ ഇപ്പോൾ കൊണ്ടുവന്നാലാണെങ്കിൽ പോലും സത്യമാണെങ്കിൽ സത്യസന്ധമായിട്ട് തന്നെ അത് നമ്മൾ തുറന്നു പറയും. നമ്മുടെ രീതി അങ്ങനെയാണ്. ഉള്ള കാര്യം തുറന്നു പറയാമല്ലോ.
അത് അങ്ങനെയാണെങ്കിൽ അത് അങ്ങനെ തന്നെ ആണെന്ന് പറയും. അല്ല ഇതുപോലെ ഇട്ട് ഇങ്ങനെ അല്ല സുധി കെട്ടുന്ന മുമ്പ് രേണാസുനെ വേറൊരു കല്യാണം കഴിച്ചിട്ടുണ്ടല്ലോ, സുനാമി. രേണാസുനയും പോട്ടെ, സുനാമി. അത് തന്നെ 3 മാസം അവർ കൊണ്ടു നടന്നിട്ടാണ് അവർ പറഞ്ഞത് ഞാൻ കെട്ടി ഇപ്പം എന്താണെന്ന്. ഓക്കെ, എന്തോ ആയിക്കോട്ടെ. നമ്മൾ കള്ളങ്ങൾ പറയാറില്ല, ഉള്ള കാര്യം ഉള്ള പോലെ അങ്ങ് തുറന്നങ്ങ് പറയും മക്കളെ. അതങ്ങനെയാണ് നമ്മുടെ രീതി. അല്ല ഇതുപോലെ വട്ടത്തി മൂഞ്ചിക്കുന്ന പരിപാടി നമുക്കില്ല. പിടിച്ച് അവളുടെ ഭാവനവളി പിടിച്ച് നക്കിക്കൊണ്ട് നടന്നാൽ മതി. എന്റെ അടുത്ത് ഉണ്ടാക്കാൻ വരണ്ട. നീ ഒരു പോസ്റ്റ് ഇട്ടെന്ന് നീ എന്ത് വിചാരിച്ചു? നാട്ടുകാർ മൊത്തം എന്നെ തെറി വിളിക്കുന്നത്. കമന്റ് ബോക്സ് എടുത്ത് ചെക്കിയടി. നിന്നെ പോലെ ഉള്ളവളുമാര് അപരാധിച്ച് നടക്കുന്ന അപരാധങ്ങളെയൊക്കെ നാട്ടുകാരുടെ മുന്നിലേക്ക് വലിച്ചു ഒട്ടിക്കും. കാരണം ഇത് സോഷ്യൽ മീഡിയ ആണ്. ഇവിടെ വന്നിട്ട് തന്തയിലായ്മകൾ കാണിച്ച് പല കാട്ടപരാധങ്ങളും കാണിച്ച് ഇവിടെ തോന്നിവാസങ്ങളും കാണിച്ച് നടക്കുന്ന എല്ലാത്തിനും ആൺ പെൺ വ്യത്യാസമില്ലാതെ വലിച്ചു ഒട്ടിക്കുക തന്നെ ചെയ്യും. അതിന്റെ പേരിൽ അങ്ങോട്ട് നിന്നെ പോലെയുള്ള കിടന്ന് കുരച്ചങ്ങോട്ട് തുപ്പി കഴിഞ്ഞാൽ പക്ഷേ എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷമുള്ളത് ഇതിന്റെ കമന്റ് ബോക്സ്. ഈ നായിന്റെ മോളിട്ടിട്ടുള്ള പോസ്റ്റിന്റെ കമന്റ് ബോക്സ്, പോസ്റ്റിന്റെ കമന്റ് ബോക്സ് എടുത്ത് നോക്കുവാണെങ്കിൽ എന്റെ പൊന്നെ ഫുൾ സപ്പോർട്ട്. ഒരെണ്ണം പോലും ഇല്ലേ അവക്ക് സപ്പോർട്ടായിട്ട്. അതുകൊണ്ട് എല്ലാവരും കറക്റ്റ് കാര്യമാണ് പറഞ്ഞത്. ഈ രേണുവിന്റെ വിഷയത്തിൽ കയറി വന്നിട്ട് നമ്മളെ കുറച്ച് ഡയലോഗ് അടിച്ചിട്ട് ഇപ്പൊ അവള് രേണുവിനെ 2 കുറ്റവും പറഞ്ഞിട്ടോ നല്ല പിള്ള ചമയെ നോക്കുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഇവറ്റകളും റീച്ചിനും അതിനു വേണ്ടിയൊക്കെ തന്നെ നടക്കുകയൊക്കെ ചെയ്യുന്നത്. അവളെ വിറ്റ് ജീവിക്കുക, അത് കഴിഞ്ഞിട്ട് റിയാക്ഷനിലോട്ട് ഇറങ്ങിത്തിരിക്കുക. ഇവിടെ നിനക്കൊക്കെ ഏതെങ്കിലും നല്ലൊരു കേസ് ആയിട്ട് നിനക്കൊക്കെ സംസാരിക്കാൻ പറ്റിയിട്ടുണ്ടോ? സംസാരിച്ചാൽ പോരാ, അതിന്റെ തെളിവും കാര്യങ്ങളും കറക്റ്റായിട്ട് അന്വേഷിക്കാൻ പറ്റിയിട്ടുണ്ടോ? നിങ്ങളെ കൊണ്ട് അന്വേഷിക്കാൻ കഴിവുണ്ടോ? ഞാൻ വെല്ലുവിളിക്കുവാണ്. നമ്മൾ പല കേസുമായിട്ടും ഇവിടെ ന്യൂസുകാർ പറയുന്നതിന് മുമ്പ് നമ്മളിവിടെ കാര്യങ്ങൾ പ്രസന്റ് ചെയ്തിട്ടുണ്ട്. ന്യൂസുകാർ പറയാത്ത കാര്യങ്ങൾ നമ്മൾ പറയും. ന്യൂസുകാർ കള്ളത്തരം കാണിക്കുന്നത് അതുവരെ നമ്മൾ പുറത്തു കൊണ്ടുവന്നിട്ടുണ്ട്. ജനങ്ങളെ പറ്റിക്കുന്ന കാര്യങ്ങൾ ഉൾപ്പെടെ. നിന്നെയൊക്കെ കൊണ്ട് അതിന് പറ്റുമോ? നിനക്കൊക്കെ ഇങ്ങനെ കൊണയടിക്കാൻ മാത്രം അറിയാം, അത് മാത്രമേ അറിയത്തുള്ളൂ. നിനക്കൊക്കെ എന്താ പറയണ്ടേ? സത്യം പറഞ്ഞാൽ ഞങ്ങൾ ചെയ്യുന്നതിന് കുറച്ച് ആത്മാർത്ഥതയോടുണ്ട്, സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങൾ തിരക്കാറുണ്ട്. പക്ഷെ നീയൊക്കെ അങ്ങനല്ല, അതാദ്യം മനസ്സിലാക്കണം. പ്രത്യേകിച്ച് അവള് അവിടെ പേര് പറയത്തില്ല ഞങ്ങള്, കാരണം നമ്മളായിട്ട് ഇനി അവിടെ പേര് പറയത്തില്ല. നിന്റെ കൂടെയുള്ള നിന്റെ ചേച്ചി നിനക്കൊക്കെ റീച്ച് ഉണ്ടാക്കി തരുന്നെങ്കിൽ റീച്ച് ഉണ്ടാക്കി തരട്ടെ. ഇത്രയും വലിയൊരാൾ നിൽക്കുമ്പോൾ എന്ന് വെച്ചാൽ എൻ്റെ ചേച്ചി എന്താ പറയുന്നത്, സുനാമി എൻ്റെ ചാനലൊന്ന് സബ് ചെയ്യാൻ പറയാവോ എന്ന് ചോദിക്കും. അങ്ങനെ നിനക്ക് റീച്ച് കിട്ടിയാൽ മതി. ഇത് പറയാതെ നിന്റെ തന്തയ്ക്ക് വിളിച്ചിട്ടുണ്ടെങ്കിൽ നിനക്ക് കൊള്ളും, ഉറപ്പാ, നിനക്ക് ശരിക്കും കൊള്ളും. നീ എന്തിനാ ഈ പരിപാടി കാണിച്ചെന്ന് പറയാം. എങ്ങാണ്ട് എന്താ പറയണ്ടേ, തൈരും വേണ്ട. അത് കണ്ടപ്പോഴാണ് എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷമായത്. എനിക്കെതിരെ സംസാരിക്കുന്നവരുണ്ട്, ഇല്ലെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷെ ഭൂരിഭാഗം ആൾക്കാരും ഞാൻ പറയുന്നതിൽ കാര്യമുണ്ട്, ഞാൻ ഇങ്ങനെ പറയുന്നത് കൊണ്ടാണ് പല കാട്ടപരാധി മക്കളും ഇന്നിങ്ങനെ കിടക്കുന്നത്, ഇതുപോലെ അപരാധിച്ച് നടക്കാൻ ഈ സോഷ്യൽ മീഡിയയിൽ പറ്റാത്തതെന്ന് പറയുമ്പോൾ അതിന്റെ വിജയമായിട്ടാണ് ഞാൻ കണ്ടിട്ടുള്ളത്. അവിടെയാണ് അതുൽ വ്ളോഗ്സ് എന്ന് പറയുന്നത് ഞാൻ ജയിച്ചത്. അമ്പലത്തിൽ പടക്കം പൊട്ടിയടാ നിന്റെ ഈ ഡയലോഗ് കേട്ടിട്ട്. ഓക്കെ, ഞാനിവിടെ നന്മവരെ കളിക്കാൻ വന്നൊന്നുമല്ല. എനിക്ക് ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങൾ വിളിച്ചു പറയും. അത് ആരും എന്ത് ചെയ്താൽ നല്ലതെന്ന് പറയാൻ തെറ്റെന്ന് പറയാം. അപ്പൊ നമുക്ക് നേരെ പോസ്റ്റിൽ പോകാം. വലിച്ചു നീട്ടുന്നില്ല, അപ്പൊ തുടങ്ങാം. അതുൽ വ്ളോഗ്സ്, ഈ പോസ്റ്റ് മാക്സിമം ഷെയർ ആൻഡ് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. നിനക്ക് അമ്മാക്കി തരാം സപ്പോർട്ട്. പോടാ, എന്ത് ഇങ്ങനെയൊക്കെ പോടാ, പബ്ലിക് ഓഡിയൻസ് ഇതൊക്കെ കേക്കോടാ. സോഷ്യൽ മീഡിയയിലെ അലവില്ല നിന്റെ തന്ത അവിടെ തന്ത പോടാ, അവക്ക് തന്തയുണ്ടോ? ഒരാളെ തന്തയ്ക്ക് വിളിക്കുമ്പോൾ എന്തൊരാശ്വാസം. അതൊരു പെണ്ണിന്റെ. ആദ്യമായിട്ടാണ് ഞാൻ ഇത്ര സന്തോഷിക്കുന്നത്. കാരണം അവളുടെ അമ്മയ്ക്കാ വിളിച്ചത്. അവിടെ തന്ത ഏതാന്ന് പോലും അവൾക്ക് അറിയത്തില്ലടേ. അത് നമുക്ക് മഷി ഇട്ട് നോക്കേണ്ടി വരും. നീ പറ. നീ കെട്ടിയിട്ടുണ്ടെങ്കിൽ നിന്റെ കെട്ടിയവനെ പിടിച്ചിരുത്തില്ല, മനസ്സിലാ? മൊണ്ണ ആണും പെണ്ണും കെട്ടവൻ. അത് ഞാൻ അന്വേഷിച്ചാടേ, വിട്. ഇതൊക്കെയാണ് അലവിലാതി. ഇനി വേറെ എന്തെങ്കിലും വിളിക്കാനുണ്ടെങ്കിൽ അത് നിന്റെ തന്തയും നിന്റെ തള്ളയും പോയി വിളിക്കുക, മനസ്സിലാ? തള്ളയെ വിളിക്കരുത്, അതറ്റാ. എന്നാലും ഇവന്റെ തള്ളയ്ക്ക് വിളിച്ചതല്ലേ, കുഴപ്പമില്ല, ഇരിക്കട്ടെ. നീ പറ. കൂടുതലൊന്നും എനിക്ക് നീ വിവരിച്ചു തരാനായിട്ടില്ല. ഇത് പെണ്ണിനെ പച്ചയ്ക്ക് വിളിക്കുന്ന ഈ ഡാഷ് ഫോണിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണ് ഗൈസ്? അതിനേക്കാളും നിന്റെ തന്തയെ കുറിച്ചിട്ടുള്ള അഭിപ്രായം എന്താണെന്ന് പറഞ്ഞുകൊണ്ട് നിന്റെ തന്തയുടെയും നിന്റെ തള്ളയുടെയും നിന്റെ കെട്ടിയുടെ നിന്റെ വേറെ ആരുടെയൊക്കെ ഉണ്ടെങ്കിൽ അവന്റെയൊക്കെ ഫോട്ടോകൾ എടുത്തു വെച്ചിട്ട് നീ അങ്ങോട്ട് ഉണ്ടാക്കും. അതിലെ നിർത്ത്. അത് പറയാതിരിക്കുന്നതാടാ നല്ലത്. കാരണം ഇന്നലെ അറിഞ്ഞ കഥ വെച്ച് നോക്കുവാണെങ്കിൽ, ഇന്നലെ ഞങ്ങളൊരു കഥ അറിഞ്ഞു. എൻ്റെ പൊന്നു പ്രേക്ഷകരെ, പെറ്റ തള്ള സഹിക്കത്തില്ല.
പെറ്റ തള്ള സഹിക്കത്തില്ല. ഉള്ള കാര്യം പറയാലോ, പെറ്റ തള്ള സഹിക്കത്തില്ല. ആൾക്കാരുടെ എന്താ പറയണ്ട, ഈ മുണ്ട് മറച്ച് ഓടിപ്പോവാന്ന് പറയത്തില്ലേ, അതുക്കും മേലെ ഐറ്റങ്ങളൊക്കെയാണ് കഥകളൊക്കെ കേട്ട് നോക്കിയപ്പോൾ. അവള് വന്നിട്ടാണ് ഇവനെതിരെ ഇങ്ങനെ സംസാരിക്കുന്നത്, പോസ്റ്റിലൊക്കെ ചെയ്യുന്നത്. നീ എത്ര ഇട്ടാലും എത്ര അവൾമാർ വന്നാലാണെങ്കിലും പോലും കുലുങ്ങത്തില്ല മോളെ, 100% ഉറപ്പാണ്. കാരണം ഇരിക്കുന്ന ഡോസ് നിനക്കുള്ള നല്ല ഒരു പാരസെറ്റമോള് ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. നിനക്ക് ചൂടും ജലദോഷം വരുന്ന സമയത്ത് ഞങ്ങൾ അങ്ങോട്ട് വെച്ച് തരും. കേട്ടോ, ഞങ്ങൾ അങ്ങോട്ട് വെച്ച് തരാം നിനക്ക്. നീ എന്നിട്ട് എവിടെന്നെങ്കിലും കുറച്ച് വെള്ളമായിട്ട് വന്ന് നീ അങ്ങ് വിഴിഞ്ഞാൽ മതി. അപ്പൊ നിന്റെ തന്തയെ കുറിച്ചുള്ള അഭിപ്രായം നാട്ടുകാർ അങ്ങോട്ട് പറഞ്ഞു തരും. നിന്റെ തന്ത എങ്ങനെ ഇവിടെ ഞാൻ പറയട്ടെ, അങ്ങേർക്ക് എന്തോ ബാറ്റ് മാറി എങ്ങാണ്ട് കളിച്ചെങ്ങാണ്ട് ഉണ്ടായതാ. ഞാൻ അങ്ങനെ പറയത്തുള്ളൂ, ബാറ്റ് എന്തോ മാറി കളിച്ചുണ്ടായതാ. അത് നീ മറക്കണ്ട. ഓക്കെ, പബ്ലിക് പ്ലാറ്റ്ഫോം ആണ്. കുട്ടികളുണ്ടെങ്കിൽ ദൈവത്തിന്റെ വീഡിയോ ആണ്. ശരിയാ, കുട്ടികളുണ്ടെങ്കിൽ മാറി നിൽക്കുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. അതിലിച്ചിരി വയലന്റ് ആണ്. ഇപ്പൊ അടിക്കുക. ഞാൻ ഡിസ്ക്ലൈമർ ആദ്യം പറയാൻ പറ്റില്ല. ഓക്കെ, സോറി. ഓക്കെ, നിങ്ങളുടെ അഭിപ്രായം എന്താണ് ഗൈസ്? പബ്ലിക്കായി പറഞ്ഞില്ലെങ്കിലും ഇൻബോക്സിൽ വന്ന് പറഞ്ഞാൽ മതി കേട്ടോ. പബ്ലിക്കായിട്ട് എന്നെ കുറിച്ചുള്ള അഭിപ്രായം പറഞ്ഞില്ലെങ്കിൽ ഇൻബോക്സിൽ വന്നിട്ട് പറഞ്ഞാൽ മതി എന്ന്. ഇവിടെ ഇൻബോക്സിൽ വന്ന് പറഞ്ഞത് ഇവളെ കുറിച്ചാ. സീരിയസ്ലി ഞങ്ങൾ അത് കേട്ട് ഷോക്കായിപ്പോയി. ഞാൻ ഈ കഥ കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് എടാ ഞാനങ്ങ് തൊഴുതാരാന്നറിയോ, നമ്മുടെ സുനാമിയാണ്. അവരൊന്നുമില്ല സത്യം പറഞ്ഞാൽ. അവരൊക്കെ വെച്ച് നോക്കുമ്പോൾ എൻ്റെ പൊന്നോ, ഇതൊക്കെ പാൻ വേൾഡ് റീച്ച് കിട്ടേണ്ട മുതലാണ് സീരിയസ്ലി. നിന്റെ തന്തായിരിക്കണം ഇൻബോക്സിൽ, നിന്റെ തന്തായിരിക്കണം ഇതെല്ലാം ചെക്ക് ചെയ്യാനായിട്ട്. ഇൻബോക്സിൽ വന്ന് പറഞ്ഞാൽ മതിയൊന്നും. ഇനി എന്നെ കുറിച്ചിട്ടുള്ള വല്ല അപരാധ കഥയാണെങ്കിൽ അതെടുത്ത് പുറത്തടിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പുന്നാര മോള് കാത്തിരിക്കുന്നത്. മനസ്സിലായ? എന്നെ കുറിച്ചിട്ട് ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ നെഗറ്റീവോ എന്തെങ്കിലും, ഞാൻ ഇങ്ങനെയുള്ള ഒരു അപരാധിയാണ്, ഞാൻ ഇങ്ങനെയുള്ള ഒരു നാറിയാണ്, എന്റെ ക്യാരക്ടർ ഇന്നതാണെന്നൊക്കെ പറഞ്ഞ് ആരെങ്കിലും ഇവളുമാരെ അടുത്ത് ചെന്ന് കഴിഞ്ഞാൽ ഇവളുമാർക്ക് എടുത്തു വെച്ച് എന്നെ എക്സ്പോസ് ചെയ്യാതെ, അതിന് വേണ്ടിയിട്ടുള്ള സാധനമാണ് ഇത്. അങ്ങനെ ഉണ്ടെങ്കിൽ നീ എടുത്ത് പുറത്ത് വിടാടി. എന്തായാലും നിന്നെയൊക്കെ പോലെ അവരാഴ്ച ഞാൻ നടന്നിട്ടില്ല. മനസ്സിലായ? അതാണ് ഞാൻ ആദ്യമേ പറഞ്ഞത്, ഞാൻ നല്ലവനൊന്നുമല്ല, പക്ഷെ തന്തയില്ലായ്മ കാണിക്കത്തില്ല. ഓക്കെ, അറിയാനുള്ള ഒരു ആഗ്രഹം കൊണ്ടാണ്. അറിയാനായിട്ട് നിനക്ക് എന്നെ കാണുമ്പോ കടിക്കുന്നേ അറിയാൻ പോവല്ലേ. ആ പഞ്ചായത്തിലോട്ട് നീ പോകരുത്. സീരിയസ്ലി ഞാൻ പറയാണ്, ആ പഞ്ചായത്തിലോട്ടേ നീ പോകരുത്. അവിടെ നിനക്ക് ഫ്രീ ആയിട്ട് ഒരു സീറ്റ് കിട്ടുമെന്ന് പറഞ്ഞാൽ പോലും മോനെ നീ പോകരുത്. അഥവാ നീ ജയിച്ചാൽ അവിടെ പോയെങ്കിൽ പോട്ടെ. ഇനി അവിടെ നിന്ന് ജയിച്ചാലാണെങ്കിൽ ആ പഞ്ചായത്തിൽ നിന്ന് എന്താ പറയാ, ഒരു മനുഷ്യന് നിന്റെ അടുത്ത് വരൂല്ല, അത് ഉറപ്പാണ്. ഞാൻ എന്താ പറയാ, ഈ വാക്കുകൾ കിട്ടുന്നില്ല. ഞാൻ ആ ഒരു കാര്യം പറയാം. ഞാൻ സീരിയസ് ആയിട്ട് പറഞ്ഞല്ല, അറപ്പ് തോന്നൂടെ. അതുപോലത്തെ കഥകളാണ് കേട്ടത്. ഇന്നലെ വേറൊരാളും ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. ആ വ്യക്തി വെച്ചതിന് ശേഷം ഞാൻ ഇവനും കൂടെ സംസാരിച്ചപ്പോൾ അത്രയ്ക്ക് അറപ്പ് കേസ് കേട്ടായിരുന്നു അത് സംസാരിച്ച് വന്നപ്പോൾ. അതുകൊണ്ട് എൻ്റെ പൊന്നുമോളെ, സോഷ്യൽ മീഡിയ വന്ന് നമ്മൾക്കെതിരെ കുരയ്ക്കുമ്പം കാര്യം അറിഞ്ഞിട്ട് കുരയ്ക്കണം കേട്ടോ. അത് ഞാൻ ആലോചിച്ചു പോയി. ഈ രേണുവിൻ്റെ കൂട്ടത്തിൽ എന്താ ഇതുപോലുള്ള ആൾക്കാരെന്നാണ് ഞാൻ ആലോചിച്ചു പോയത്. ഓക്കെ, അതെന്തോ ആയിക്കോട്ടെ, ഞാനത് പറയുന്നില്ല. പഞ്ചായത്തിൽ പോകണ്ട, ഒന്നും പോകണ്ട, അത്ര തന്നെ ആഗ്രഹം. ഡീസന്റ് കീപ്പ് അതിലേത് പറയുന്നവരിട്ടാണ് എനിക്ക് പറയാനുള്ളത്. സോറി, എനിക്ക് ഈ കാട്ടപരാധങ്ങൾ കാണിക്കുന്നതും വിളിച്ചു പറയുന്നതുമായിട്ടുള്ള അപരാധി മക്കളെ 10 പറയാതെ പോയി കഴിഞ്ഞാൽ എന്റെ എത്തിക്സ് എന്നെ സമ്മതിക്കത്തില്ല. ഇനി ഈ കടയാടി മോൾ ഇങ്ങനെ ഒരു പോസ്റ്റ് ഇട്ട സമയത്ത് ഇതിന് താഴെ വന്നിട്ടുള്ള കമന്റ്സിൽ കുറച്ച് കമന്റ്സ് ഞാനൊന്ന് കൊടുക്കാം. ഞാൻ ആദ്യം വിചാരിച്ചു ഒരുപാട് പേര് ഇപ്പൊ പോയിട്ട് എന്നെ തെറി വിളിക്കും, കിട്ടിയ അവസരം ഒരു കടയാടി മോൾ ഒന്ന് പോസ്റ്റ് ഇടുന്നു, ഇപ്പൊ എന്നെ എല്ലാവരും കൂടി കൂടെ തെറി വിളിക്കാനായിട്ട് അതിന്റെ അടിയിൽ പോകുന്നു. പക്ഷെ എനിക്ക് തെറ്റി. എന്നെ സപ്പോർട്ട് ചെയ്യുന്നവരായിരുന്നു അവിടെ 90% എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നെഗറ്റീവ് ഉണ്ട്, ഇല്ലെന്നല്ല പറയുന്നത്. എന്നെ ചത്തോളൂന്നൊക്കെ പറഞ്ഞ കമന്റ്സ് വരെ ഉണ്ട്. അതിനൊക്കെ പോയിട്ട് ഈ കടയാടി മോൾ സപ്പോർട്ട് ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. എനിക്കതൊന്നും വിഷയമല്ല. പക്ഷേ ഭൂരിപക്ഷം കമന്റ് എടുത്ത് നോക്കിയ സമയത്ത് എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ, സത്യം പറഞ്ഞാൽ നിങ്ങൾക്ക് എന്നെ ഇത്ര സ്നേഹിക്കുന്നു എന്ന് കണ്ടപ്പോൾ, അല്ലെങ്കിൽ എന്റെ വാക്കുകളിൽ സത്യമുണ്ടെന്ന് വിശ്വസിക്കുകയും ഞാൻ പറയുന്ന കാര്യങ്ങളിൽ കഴമ്പുണ്ടെന്ന് മനസ്സിലാക്കുകയും അതേ തുടർന്ന് എന്നെ സപ്പോർട്ട് ചെയ്യുന്നു എന്ന് കണ്ടപ്പോൾ എനിക്ക് ഓക്കെ എന്തായാലും ചേച്ചിക്ക് കണക്കിന് കൊടുത്തിട്ടുണ്ട്. കൂടുതലായിട്ട് ഇങ്ങനെ വെക്കുന്നൊന്നുമില്ല. കാരണം അവന്റെ അക്കൗണ്ടിൽ കയറി കണ്ടാൽ മാത്രം മതി. എനിക്ക് ഇതിന്റെ കൂടെ കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കണമെന്നുണ്ടായിരുന്നു. അവന്റെ അമ്മയെ പറഞ്ഞപ്പോഴേ വെറുതെ അങ്ങനെ വിടുന്ന ശരിയൊന്നും അല്ല. അവളെ കൈ കിട്ടിയ കാലം വരെ താഴെ അടിച്ചാരേ. പലതൊക്കെ ഉണ്ടായ സ്വഭാവം കാണിച്ചിട്ട് ഇപ്പം വന്നിട്ടും നീയൊക്കെ ഇങ്ങനെ എന്താ പറയണ്ടേ, നിന്റെയൊക്കെ ചരിത്രം വെച്ച് നോക്കുമ്പോൾ നിനക്കൊന്നും ഒരു യോഗ്യതയില്ലടി പുല്ലുങ്ങളെ വന്നിട്ട് ഇങ്ങനെ സംസാരിക്കാനാ. ഞാൻ സീരിയസ് ആയിട്ട് പറയുകയാണ്, ഇവളെ പോലുള്ളവരൊന്നും കൂട്ടുപിടിക്കരുത്. രേണുവിന് പോലും ചീത്ത പേരാ. കാരണം രേണു
പിന്നെയും ഭേദമാണെന്ന് പറയും ഞാൻ. അത്രേ ഞാനിപ്പോൾ പറയുന്നുള്ളൂ. കഥകളുണ്ട്, ഞാൻ പറയാം. ബൈ, ലവ് യു ഓൾ. ചാനൽ ഒന്ന് സബ് ചെയ്തിട്ട് ഹൈപ്പ് കൊടുത്തേരും.